Somewhere among the remains of skinless animals is the termination to a long journey, an unholy search for the power glimpsed in a garden, forever closed, forever lost. അപ്പം യൂറോപ്യൻസ് ഇവിടെ വന്ന് മുഷ്ടി ചുട്ടി പ്രഖ്യാപിക്കുകയാണ്. അവരെന്താ ചെയ്യുന്നത്? ഒറ്റയടിക്ക് ഒരു നാടിൻ്റെ സംസ്കാരം തകർത്ത് കളയുകയാണ്. അവിടുത്തെ കാടുകളും പുൽമേടുകളും എല്ലാം നശിപ്പിച്ചിട്ട് അവിടെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളാക്കി. എന്ന് വെച്ചാൽ ഈ വയലുകളും കാടുകളുമൊക്കെ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളുടെ അടിയിൽ സംസ്കരിക്കപ്പെട്ടു. അതിനെല്ലാം നശിപ്പിക്കപ്പെട്ടു. ഇവിടെ പറയുന്ന ശക്തി ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തിയാണ്. Somewhere among the remains of skinless animals is the termination to a long journey and unholy search for the power that was seen in a garden that is forever closed and forever lost. തൊലി നഷ്ടപ്പെട്ട മൃഗങ്ങളുടെ ഇടയിൽ അവരുടെ ദീർഘമായ യാത്ര അവസാനിക്കുന്നു. അധികാരത്തിന് വേണ്ടിയുള്ള അവരുടെ അവിശുദ്ധമായ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നു. ഇത്തരം അന്വേഷണം നമ്മൾ ഗാർഡൻ ഓഫ് ഈഡനിൽ കണ്ടു. അത് എന്നേക്കുമായി പൂട്ടപ്പെട്ടതും മനുഷ്യകുലത്തിന് നഷ്ടമായതും ജനങ്ങൾ കണ്ടു. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ വെളിയിലുള്ള യൂറോപ്യൻ കൺട്രീസിലുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നത്? അവിടുത്തെ ഒരു സംസ്കാരം തന്നെ നശിപ്പിച്ചിരിക്കുന്നു. അപ്പം ഒരു ഷിപ്പിൽ ആൾക്കാർ വരുന്നു, പിന്നെ അവർ അവിടെയുള്ള മൃഗങ്ങളെല്ലാം കൊന്നൊടുക്കുന്നു, അവിടുത്തെ മരങ്ങളെല്ലാം വെട്ടി വീഴ്ത്തുന്നു. പിന്നെ അവിടെ എന്താ ചെയ്യുന്നത്? കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ അവർ പല അസുഖങ്ങൾ കൊണ്ടുവരുന്നത്. വാട്ട് ഡിഡ് ദ വൈറ്റ് ബ്രിങ് ആസ് ഗിഫ്റ്റ്? അവർ ഗിഫ്റ്റായിട്ട് എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്? അവർ സ്മോൾ പോക്സ്, ഡിഫറെൻറ്റ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ആൻഡ് റൈസ് ക്രിപ്സ് ആസ് ഗിഫ്റ്റ്. സമ്മാനമായിട്ട് എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? അസുഖങ്ങൾ കൊണ്ടുവരുന്നു, അതുപോലെ ആൽക്കഹോള്, മദ്യവും കൊണ്ടുവരുന്നു. പിന്നെ അവിടെ സിവിലൈസേഷൻ, അവിടെ എന്താണ് ഒരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അവിടുത്തെ ആളുകളെ എല്ലാം അവർ ഒരുമിച്ച് കൂട്ടി ഈ വരുന്ന ആൾക്കാരുടെ ഒരു സംസ്കാരത്തിലേക്ക് മാറ്റാനായിട്ടാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ കവിതയുടെ ഒരു സമ്മറി എടുത്ത് നോക്കുവാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്? ഈ ഹിസ്റ്ററി ലെസൺ പറയുന്നത്, ഇൻ ഹെർ ഫേമസ് പോയം ഹിസ്റ്ററി ലെസൺ ദ പോയിറ്റ് ഹാസ് യൂസ് ഐറണി വെരി എഫക്റ്റീവ്ലി. There is irony is the statement that the priest means well when he waves his wand and forgives the native Indians. What sins have the natives done to the priest to be forgiven him? ഇവരെല്ലാം ഒരു മാപ്പ് കൊടുക്കണം. അങ്ങനെയാണ് ഈ പ്രീസ്റ്റ് പറയുന്നത്, പുരോഹിതൻ പറയും. ഇൻഫാക്ട് ഹീ ഈസ് ദ ഇൻട്രൂഡർ ഹു ഹാസ് ട്രസ്പാസ്ഡ് ഇൻ ദ ലാൻഡ് ഓഫ് ദ നേറ്റീവ്സ് ആൻഡ് സോ ഇറ്റ് is he who should be forgiven by them. There is greater irony in the use of the word gifts by the poet. ഇവിടെ ഗിഫ്റ്റായിട്ട് എന്താണ് കൊണ്ടുവന്നത്? അസുഖങ്ങളും അതുപോലെ ആൽക്കഹോളും ഒക്കെയാണ് കൊണ്ടുവന്നത്. പിന്നെ ഇവിടെ പോയതിൽ പറയുന്നത് വാട്ട് ഈസ് ദ ഗ്രീൻ പേപ്പർ മെൻഷൻ ഇൻ ദ പോയം. ഇവിടെ ഗ്രീൻ പേപ്പർ എന്ന് പറയുന്നുണ്ട്. ഗ്രീൻ പേപ്പർ എന്ന് പറയുന്നത് എലിസബത്ത് രാജ്ഞിയുടെ പുഞ്ചിരിക്കുന്ന മുഖമുള്ള ഡോളറിൻ്റെ നോട്ടുകളാണ്. പിന്നെ ഇവിടുത്തെ ഫാർമേഴ്സ് അവരെന്തൊക്കെയാണ് കാണുന്നത്? അവിടെ ആദ്യം എന്താ ഉണ്ടായിരുന്നത്? ഇപ്പോൾ യൂറോപ്യൻ കുടിയേറ്റക്കാർ ഇവിടെ അഴിച്ചുവിട്ട ആക്രമണത്തിൻ്റെ ചിത്രമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? ആ കൃഷി സ്ഥലങ്ങളുണ്ടായിരുന്നു, അവിടെ മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എന്താ ഇപ്പോൾ കാണുന്നത്? തലയോട്ടികളും അതുപോലെ അസ്ഥികളുമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ സ്കിൻലെസ് ആനിമൽസ് എന്ന് പറയുന്നുണ്ട്. സ്കിൻലെസ് ആനിമൽസ്. അപ്പോൾ യൂറോപ്യൻ കുടിയേറ്റക്കാർ വന്ന് കൊന്ന മൃഗങ്ങളുടെ ആ കാര്യമാണ് പറയുന്നത്. കുറേ മനുഷ്യരെയും കൊന്നിട്ടുണ്ട്. അവരുടെ രോമം, തൊലി, ഇറച്ചി എന്നിവയ്ക്ക് വേണ്ടി വെറുതെ ഒരു രസത്തിന് വേണ്ടി കുടിയേറ്റക്കാർ മൃഗങ്ങളെ കൊല്ലുമായിരുന്നു. അവർക്കൊരു രസമായിരുന്നു ഇവിടെ വരിക, അവരുടെ ധാർഷ്ട്യം അല്ലെങ്കിൽ അവരുടെ ഒരു ശക്തി ഇവിടെ തെളിയിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ കവിതയിൽ നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ യൂറോപ്യന്മാർ ഈ ഒരു ഗ്രാമത്തിൽ വന്നിട്ട് അവിടെ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളെ പറ്റി, അത് കോളനൈസേഷനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. കോളനി വൽക്കരണത്തിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. ഒരു ഷോർട്ടായിട്ട് ഒന്നുകൂടെ പോയത്തിൻ്റെ ഒരു സമ്മറി പറയാം. In history lesson, the poet
Janet A. Armstrong vividly portrays the destruction of the land and culture of indigenous people by the white colonizations. ഇവിടുത്തെ ആൾക്കാരെ, ഇവരുടെ ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാർ, ഇവരൊരു വാലിയിൽ ഒരു താഴ്വാരത്തിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ സംസ്കാരത്തിനെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചവരാണ് ഈ യൂറോപ്പിൽ നിന്ന് വന്നവർ. ജെനറ്റ് ആംസ്ട്രോങ് ഹെർസെൽഫ് ഈസ് എ സിലിക്സ് ഒക്കഗ്നാഗൻ. അവരൊരു ഗോത്രവർഗ്ഗക്കാരിയാണ്, നമ്മൾ ആദ്യം പറഞ്ഞു. ഹർ മദർ ലില്ലി ലൂയി വാസ് ഫ്രം കെറ്റിൽ ഫോൾസ് ആൻഡ് ബിലോങ് ടു ദ കെറ്റിൽ റിവർ പീപ്പിൾ ആൻഡ് ഹർ ഫാദർ ബിലോങ് ടു ദ മൗണ്ടൻ പീപ്പിൾ ഹു ലിവ്ഡ് ഇൻ ദ ഒക്കനാഗൻ വാലി. ഇവർ ഗോത്രവർഗ്ഗക്കാരാണ്. അമ്മ കെറ്റിൽ റിവർ എന്നുള്ള ഒരു ഗോത്രത്തിൽപ്പെട്ടതാണ്. അച്ഛനാണെങ്കിൽ വേറൊരു ഗോത്രത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അവർ മൊത്തത്തിൽ ഈ വാലിയിൽ താഴ്വരയിൽ താമസിക്കുന്നവരാണ്. ഒരു കുന്നിൻ്റെ താഴ്വരയിൽ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരാണ് ഈ ജെനറ്റ് ആംസ്ട്രോങ്ങിൻ്റെ ഫാമിലിയിലുള്ളവർ. ആസ് ആൻ ഒക്കനാഗൻ പേഴ്സൺ ദ ലാൻഡ് ഈസ് intrinsically part of her identity and she is deeply connected to the land she and her relatives were brought up. അപ്പോൾ എപ്പോഴും നമ്മൾ ജനിച്ചു വളർന്ന ഒരു നാടിനോട് നമുക്കൊരു ബന്ധമുണ്ടാവും, നമ്മൾക്ക് ആ നാടിനോട് കടപ്പാടുണ്ടാവും. അപ്പോൾ അതാണ് ഇവൾക്കും ഉണ്ടായിരുന്നത്. So the destruction of the land and culture of the indigenous people is very painful for her. അപ്പോൾ യൂറോപ്യന്മാർ വന്ന് ഇവിടെയെല്ലാം നശിപ്പിക്കുമ്പോൾ അത് അവൾക്ക് വളരെ ദുഃഖം തോന്നിയിരുന്നു, അത് അവളെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു. കോളനൈസേഷൻ അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദ ലൈവ്സ് ഓഫ് ദ ഇൻഡിജിനിയസ് പീപ്പിൾ. ഈ ബ്രിട്ടീഷുകാരുടെ, അവരുടെ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് വന്ന ആൾക്കാരെ അവരുടേതായ രീതികൾ ഇവരുടെ ജീവിതത്തിനെ വല്ലാതെ എഫക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഇവരെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. ഇൻ ദ പോയം ദ പോയറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് കോളനൈസേഷൻ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് നേറ്റീവ് അമേരിക്കൻസ്. ഷി വിവിഡ്ലി ഡിസ്ക്രൈബ്സ് ഹൗ യൂറോപ്യൻ സെറ്റിലേഴ്സ് ഡിസ്ട്രോയിഡ് ആൻഡ് ഡിസ്സെക്രേറ്റഡ് നേറ്റീവ് അമേരിക്കൻ ലാൻഡ് ആൻഡ് ലൈഫ് ആൻഡ് ക്രിയേറ്റഡ് പ്രോബ്ലംസ് ഫോർ ദം ഇൻ ഫൈൻഡിങ് ദെയർ ലൈവ്ലിഹുഡ്. അവർ സാധാരണ ജീവിച്ചിരുന്ന കൃഷിയിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാക്കി അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അവർ ചെയ്തത്. ആൾ ഓഫ് ദിസ് ഡിസ്ട്രക്ഷൻ വാസ് ജസ്റ്റിഫൈഡ് അണ്ടർ ദ പ്രീടെക്സ്റ്റ് ഓഫ് സിവിലൈസിങ് ദ നേറ്റീവ്സ്. ഇവരിങ്ങനെ അഭിനയിക്കുമായിരുന്നു, കാരണം അവിടെയുള്ള നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി വന്നതാണ് അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി വന്നവരാണ് എന്നതൊക്കെയാണ് പറഞ്ഞിരുന്നത്. ദ യൂറോപ്യൻ സെറ്റിലേഴ്സ് മർഡേഡ് നേറ്റീവ് അമേരിക്കൻസ്, മോക്ക്ഡ് ദെയർ കൾച്ചർ, റേപ്ഡ് വിമൻ ആൻഡ് സപ്രസ് ദെയർ ഫ്രീഡം. അവരെന്താ ചെയ്തത്? അവിടെയുള്ള ആൾക്കാരെ ചിലരെയൊക്കെ കൊന്നുകളഞ്ഞു, അനുസരിക്കാത്തവരെയൊക്കെ അവർ കൊല്ലുകയാണ്, അതുപോലത്തെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, അതുപോലെ അവരുടെ സ്വാതന്ത്ര്യത്തിനെ തടസ്സപ്പെടുത്തിയിരുന്നു. ആംസ്ട്രോങ് പോയിൻറ്റ്സ് ഔട്ട് ദ ഐറണി ഇൻ ദി സിവിലൈസിംഗ് വർക്ക് ബൈ ദ യൂറോപ്യൻസ്. They brought gifts for the natives and the gifts were smallpox, alcoholic drinks, death and heartache. ഇവരെന്താണ് സമ്മാനമായിട്ട് കൊണ്ടുവന്നത്? മദ്യം, അതുപോലെ ഓരോ അസുഖങ്ങൾ ഒക്കെയാണ് അവർ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നത്. ദ യൂറോപ്യൻ സെറ്റിലേഴ്സ് കെയിം ഇൻ ഷിപ്സ്. അവരെങ്ങനെയാണ് വന്നത്? അവർ കപ്പലിലാണ് വന്നത്. ദെൻ ദേ റാൻ ഇൻ ഓൾ ഡിറക്ഷൻസ് കില്ലിങ് ആനിമൽസ് ഫോർ ദെയർ ഫർ. എന്തിനാണ്? മൃഗങ്ങളുടെ തോലിന് വേണ്ടിയിട്ടും അതിലെ രോമത്തിന് വേണ്ടിയിട്ടുമൊക്കെയാണ് അവർ ഓടിയിരുന്നത്. ഷൂട്ടിംഗ് ബഫലോസ് ഫോർ ദെയർ മീറ്റ്. ബഫലോകളെ കൊന്നിരുന്നു എന്തിന്? അതിൻ്റെ മാംസം എടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഹൈറ്റ്സ്. സംടൈംസ് ദേ ഫൗട്ട് എമംഗ് ദംസെൽസ് ആൾസോ. ചിലപ്പോൾ അവർ തമ്മിലും വഴക്കുണ്ടായിട്ടുണ്ട്. അപ്പം വന്ന ഉടനെ തന്നെ മൃഗങ്ങളുടെ തോലിനും മൃഗങ്ങളുടെ രോമത്തിനും വേണ്ടിയിട്ട് അവർ മൃഗങ്ങളെ കൊന്നൊടുക്കിയിരുന്നു. ദേ മൈൻഡ് ദ ലാൻഡ് ഫോർ മിനറൽസ്. അതുപോലെ മണ്ണ് കുഴിച്ചെടുത്തിട്ട്, ഭൂമി കുഴിച്ചെടുത്തിട്ട് പല ധാതുക്കളും, ഇപ്പോൾ സ്വർണ്ണമാവട്ടെ, അങ്ങനെ ഭൂമിക്ക് അടിയിൽ കിട്ടുന്ന അതെല്ലാം അവർ കൽക്കരി ആവട്ടെ, എന്തൊക്കെയാണ് ഭൂമിയുടെ അടിയിൽ കിട്ടുന്നത്, അതിന് വേണ്ടിയിട്ട് മണ്ണ് കുഴിച്ചിട്ടുന്നു. ദേ ഡിസ്ട്രോയ്ഡ് ദ ഫോറസ്റ്റ് ടു ബിൽഡ് ദെയർ സിറ്റീസ്. അവരെന്താ സിറ്റി ഉണ്ടാക്കാൻ വേണ്ടി കാടെല്ലാം വെട്ടിത്തെളിച്ചു. They brought diseases like smallpox with them. They also brought different types of alcoholic drinks and cheap packed foods. അവിടേക്ക് വില കുറഞ്ഞ് കിട്ടുന്ന ഭക്ഷണ പാക്കറ്റൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുക, അതുപോലെ മദ്യം കൊണ്ട് കൊടുക്കുക. Their mission was looting the lands to which they came and destroying the old native cultures in the name of civilizing them. ഇവരുടെ സംസ്കാരം ഉയർത്താൻ, അല്ലെ ഇവരെ ഈ നല്ല രീതിയിലാക്കണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട്
സത്യത്തിലുള്ള അവരുടെ നാട്ടിലുണ്ടായിരുന്ന ആ ഒരു കൾച്ചർ, അവരുടെ സംസ്കാരത്തിനെ നശിപ്പിക്കുകയായിരുന്നു. ഇഫ് ദ നേറ്റീവ്സ് റെസിസ്റ്റഡ് ദേ മെഴ്സിലെസ്ലി കിൽഡ് ദം. ആരെങ്കിലും എതിരായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊല്ലുക. ആൻഡ് ലെഫ്റ്റ് ദെയർ ഡെഡ് ബോഡീസ് ഇൻ ദ ഫീൽഡ്സ് ടു റോട്ട്. എന്ത് ചെയ്യുന്ന അവരുടെ വയലിലേക്ക് എറിയുക. They came to preach civilization, but what they actually did was demolishing the existing civilization. അവർ പുതിയ സംസ്കാരം കെട്ടിപ്പടുത്താൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ ഉള്ള സംസ്കാരത്തിനെയൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ആൻഡ് ലൈഫ് സ്റ്റൈൽസ് ഓഫ് ദ ഇന്നസെൻറ്റ് ഇൻഡിജീനിയസ് ദാറ്റ് ഹാഡ് ബീൻ ലിവിങ് ഇൻ പെർഫെക്റ്റ് കമ്മ്യൂണിയൻ വിത്ത് നേച്ചർ. അവർ പ്രകൃതിയായിട്ട് ഇണങ്ങി നിന്ന് അവരെ നശിപ്പിച്ച് അവരെ പ്രകൃതിയിൽ നിന്ന് അകറ്റാനായിട്ടാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് നമ്മളുടെ കവിതയുടെ സാരാംശം. ഓക്കെ സ്റ്റുഡൻസ്, ഓക്കെ ബൈ.